പ്രിയപ്പെട്ടവർ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ നമുക്ക് ആസ് യൂഷ്വൽ പറയുന്നത് പോലെ ചൂട്, അന്തരീക്ഷമാകെ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുന്നു. അതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. അതിനിടയിൽ ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ പുട്ടും കടലക്കറിയുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് പുളിശ്ശേരി വെച്ചിട്ടുണ്ട്. പുളിശ്ശേരി ഈ പുളിശ്ശേരിക്കൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ ഇത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു പുളിശ്ശേരിയാണ്. അതായത് മോര് നന്നായിട്ട് ഉടച്ച് മിക്സിയിലിട്ട് അടിച്ച് അത് നമ്മൾ അതിൻ്റെ വെണ്ണ പാടെ മാറ്റണം. ഒട്ടും വെണ്ണ പാടില്ല. അതിനുശേഷം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളക് വിട്ട് ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഉലുവ മാത്രം ഇടുക. ഉലുവായിട്ട് കൂട്ടുമ്പോൾ കറിവേപ്പില ഇടുക. 2 പച്ചമുളകും ഒരു സബോളയുടെ പകുതി സബോളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ നന്നായിട്ട് അടിച്ച് വെണ്ണയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന മോരില്ലേ, ആ മോരിനെ ഇതിനകത്തേക്ക് ഒഴിക്കുക. ചീനിച്ചട്ടിയിലേക്ക് അങ്ങനെ ഒഴിച്ചിട്ട് അത് ചൂടാകുകയാകാവും, തിളയ്ക്കാൻ പാടില്ല. അതിനകത്തേക്ക് 1 നുള്ളു കുരുമുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി ഉലുവാപ്പൊടി, ഇത് മാത്രം ഇട്ടാൽ മതി. സൂപ്പർ പുളിശ്ശേരിയാണ് കേട്ടോ. നല്ല രുചികരമായി എളുപ്പത്തിൽ വയ്ക്കാം. 5 മിനിറ്റ് കൊണ്ട് ഒരു പുളിശ്ശേരി. ഒന്നാതെ നാളികേരത്തിനൊക്കെ വില കൂടി കിടക്കുമ്പോൾ നാളികേരം ചിലവില്ല. നാളികേരം കൊണ്ട് കൊളസ്ട്രോളൊന്നും കൂട്ടണ്ട. അതിനുശേഷം കുമ്പളങ്ങ, 1 കഷ്ണം കുമ്പളങ്ങ, 2 പഴുത്ത മാങ്ങ, നല്ല മൂവാണ്ടൻ മാങ്ങ, നല്ല നാട്ടുമാങ്ങ, മൂവാണ്ടനല്ല കേട്ടോ, നല്ല നാട്ടുമാങ്ങ. ഈ മാങ്ങായും പച്ചമുളകും കൂടി, ഈ മാങ്ങ തോലുരിച്ചിട്ട് അതിനെ മാങ്ങാണ്ടിയോടുകൂടെ തന്നെ അതിനെ അടുപ്പത്ത് വെച്ച് 2 പച്ചമുളകും കീറിയിട്ട് മാങ്ങ ഉപ്പും വെള്ളവും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ആവശ്യാനുസരണം ഇട്ട് അത് നല്ലോണം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഞാനിവിടെ കുമ്പളങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ ആദ്യം തന്നെ വേവിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ കുമ്പളങ്ങ ഇത് 2ഉം കൂടെ വേവിക്കുമ്പം അതിനൊരു കോമ്പിനേഷൻ കിട്ടാതെ വരുന്നു. അപ്പം ഇതിൻ്റെ ബാക്കി കുമ്പളങ്ങ ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടി കൂടെ ഒഴിച്ച് കുക്കറിൽ 2 സ്റ്റീം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ മാങ്ങ തോലുരിച്ച് അതിലേക്ക് ഇട്ട് അത് നല്ലോണം വെന്ത് കഴിഞ്ഞപ്പോൾ ജീരകവും ചെറിയുള്ളി കൂടെ നന്നായിട്ട് അരച്ച് കലക്കി കടു വറുത്തതാണ് ഈ കൂട്ടാൻ, കുമ്പളങ്ങ മാങ്ങ കൂട്ടാൻ. കുമ്പളങ്ങ മാങ്ങ കൂട്ടാൻ നല്ല കൂട്ടാനാണ് കേട്ടോ. കുമ്പളങ്ങയും മാങ്ങയും കൂടെ കൂട്ടാൻ എളുപ്പമുള്ള കൂട്ടാനുകൾ. ഇനി നമുക്ക് നെല്ലിക്ക കൊണ്ടൊരു ചമ്മന്തി. നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അടത്തിയെടുത്ത് അതിലേക്ക് നമ്മൾ പച്ചമുളകും ചെറിയുള്ളി ഉപ്പും ഒരല്പം നാളികേരം, വളരെ കുറച്ച് നാളികേരം കൂടെ, ഒരുപാട് അരയുണ്ട് വെച്ചിരിക്കുന്നതാണ് അത്. ഇനി നമ്മളൊരു മത്തങ്ങ ഓല
ഈ മത്തങ്ങ ഓലൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് തേങ്ങാപ്പാലും ഒന്നുമില്ല കേട്ടോ. മത്തങ്ങയും പച്ചമുളകും മാത്രമേ ഇതിലുള്ളൂ. മത്തങ്ങ വേവിച്ച മത്തങ്ങയും പച്ചമുളകും കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചു. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. സൂപ്പർ. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. നിങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരുപാടൊന്നും വേണ്ട. നമുക്ക് ഈ പഴുത്ത മാങ്ങ, കുമ്പളങ്ങ കൂടിയിട്ടുള്ള ഈ കറി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ. അപ്പം നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ കൂടെ ഊണ് കഴിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സുഖവും സമാധാനവും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. സരസ്വതി സരയു. സരസ്വതി സരയിലൊക്കെ കയറി എത്തി നോക്കണം. എൻ്റെ ചാനലൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം. എൻ്റെ വീഡിയോസൊക്കെ കാണണം. അടിയിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം. നിങ്ങളുടെ സ്നേഹം അങ്ങനെയാണല്ലോ എന്നെ അറിയിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓൺലി ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും സുഖമായും സമാധാനമായും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ബായ്.